നിങ്ങൾക്കുള്ള നെക്ടോഫോബിയ 2 കോടി ആളുകളിൽ ഒരാൾക്ക് വരുന്നതാ. കുട്ടികൾ ഇരുട്ടിനെ കണ്ട് പേടിക്കുന്നത് വളരെ സ്വാഭാവികമാണ്. അത് മുതിർന്നവരാണെങ്കിൽ ഡേഞ്ചറസ്. എപ്പോഴും നിങ്ങൾക്ക് ചുറ്റും വെളിച്ചമുണ്ടാവാൻ വളരെ ശ്രദ്ധിക്കണം. അതുകൂടാതെ അഗ്നി, ഇതിന് പ്രത്യേകമായി മരുന്നുകളൊന്നും വേണ്ട. റെഗുലറായി തെറപ്പിക്ക് വരൂ, അത് മതി. ശ്വേത, ഈ കാര്യം ആരെയും അറിയിക്കണ്ട. എന്തു പറ്റി? അവൻ അങ്ങനെയാ. അവൻ ട്രീറ്റ്മെന്റ് വന്നോളും, ഞാൻ നോക്കിക്കോളാം. ഡോക്ടറോട് ദേഷ്യം പിടിച്ചു വന്നാ എല്ലാം അങ്ങ് ശരിയാവോ? എന്റെ ബ്ലസ് തന്നെ പോയി. ഇനി ഞാൻ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? വേറൊരാൾക്ക് ലൈഫ് കൊടുക്കാൻ വേണ്ടി. പുറത്ത് കുൽഫി വന്നിരിക്കുന്നു. അതല്ലടി കഴിച്ചോണ്ടിരിക്കുന്നത്. അത് നിനക്ക്, എനിക്ക് പോ. ഒരു ചേഞ്ച് അല്ലേ? അപ്പൊ ആക്സിഡന്റിൽ മരിച്ചത്? അവൻ ഇന്നസെന്റാ. നിങ്ങളുടെ ഏരിയയിൽ ഗോൾഫി വിറ്റോണ്ടിരുന്നവനാ. ഗൺ സൗണ്ട് കേട്ടതുകൊണ്ട് പേടിച്ചോടി. അതുകൊണ്ടായിരിക്കും എന്നെ കണ്ട് പേടിച്ചോടിയത്. ഫാമിലി ഞാൻ അന്വേഷിച്ചിരുന്നു. അവനാകെ ഒരു മകൾ മാത്രമേ ഉള്ളൂ. എനിക്കൊന്നും വേണ്ട, എനിക്ക് എന്റെ അച്ഛനെ മതി. വാശി പിടിക്കാതെ കഴിക്കാൻ നോക്ക, അപ്പോഴേ അച്ഛൻ വരുള്ളൂ. അഗ്നി, അഗ്നി, സാർ നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. വരൂ മിസ്റ്റർ അഗ്നി, ഇരിക്കൂ. ആർ യു ഓക്കെ? യെസ് സർ. ആണോ? ലുണ, ഈ V1 കേസ് ഫയൽ ക്ലോസ് ചെയ്തേക്ക്. വാട്ട്? എന്താ? അവിനാശിനെ ഞാൻ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ബട്ട് ഞാൻ അന്വേഷിച്ചില്ലല്ലോ. മിസ്റ്റർ അഗ്നി, ഇനി നിങ്ങൾക്കും ഈ കേസിനും യാതൊരുവിധ ബന്ധവുമില്ല. ബന്ധമില്ലെന്നോ? സർ, ഇത് ഞാൻ അന്വേഷിക്കുന്ന കേസാ. ഏയ്, ഇത് സത്യത്തിൽ ലൂന ഹാൻഡിൽ ചെയ്യേണ്ട കേസാ. എന്തോ അവര് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് നിന്നെ ചേർക്കാൻ പറഞ്ഞു. യു ആർ ജസ്റ്റ് എ ട്രെയിനർ മാൻ. ആയിക്കോട്ടെ സാർ, പക്ഷെ ഞാനല്ലേ അതിനെ ഹാൻഡിൽ. നിനക്കുള്ള നെറ്റോഫോബിയ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്തിന്? ആ അവിനാശിക്ക് വരെ. എന്നാൽ ഈ ഡിപ്പാർട്ട്മെന്റ് മാത്രം അറിയില്ല. സാർ, അതുകൊണ്ട് എന്റെ വർക്കിൽ യാതൊരു എഫക്റ്റും ഇല്ലല്ലോ. നിന്റെ മെഡിക്കൽ കണ്ടീഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒളിച്ചതിന് ഞാൻ നിന്നെ ഡീറ്റെയിൻ ചെയ്യേണ്ടതായിരുന്നു. എൻക്വയറി കമ്മീഷനൊക്കെ വെച്ച് നിന്നെ കൊല ചെയ്തേനെ. ബട്ട് ഐ എം നോട്ട് ഡൺ ദാറ്റ്. നിനക്ക് ആവശ്യമുള്ള റെനുമറേഷൻ, ബെനിഫിറ്റ്സ് ഒക്കെ തന്നിട്ടാണ് നിന്നെ പറഞ്ഞു വിടുന്നത്. യു നോ വൈ? യു ഡിസേർവ് ഓൾ. ഈ മൈക്ക് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കേസിന്റെ കൂടെ ഞാനില്ലെന്ന് തുടക്കത്തിലേ പറഞ്ഞതാ. ശരി സാർ, ഞാൻ പൊയ്ക്കോളാം. പക്ഷെ അതിനു മുമ്പ് അവിനാശ് എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയണം. നിന്നോട് എന്തിനു ഞാൻ പറയണം? ഇറ്റ്സ് നോട്ട് യുവർ കേസ് എനിമോർ. അദ്ദേഹം അത്രയും പറയുന്നില്ലേ, എന്നിട്ട് നീ എന്തിനാ ഇൻവോൾവ്? നിങ്ങളല്ലേ പറഞ്ഞത് ഐ ഡിസേർവ് ദിസ് എന്ന്. എനിക്ക് നർമ്മദയെ കൊന്നത് ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ. ഷോയും ഇനി എത്ര നേരം വെച്ചാൽ ഇവിടെ ഇങ്ങനെ നിൽക്കുക? വട്ടാവുന്നുണ്ട് എനിക്ക്. ഓക്കേ, സത്യം പറയണം, അത്രല്ലേ ഉള്ളൂ. പറഞ്ഞ 11th രാത്രി മഴ വരുന്നു എന്ന് പറഞ്ഞ് വേഗത്തിൽ വീട്ടിലേക്ക് പോകുമായിരുന്നു. 2nd ക്രോസ് സ്ട്രീറ്റിൽ പോകുമ്പോഴായിരുന്നു ഇരുട്ടത്തൊരു രൂപം പേടിച്ച് വിറച്ച് പോയത്. എനിക്ക് ചെറിയൊരു സംശയം. അതുകൊണ്ട് ആ കീ ചെയിനിൽ നിന്ന് ആ കത്തി എടുത്തിട്ട് ആ രൂപത്തിനെ ഫോളോ ചെയ്തത്. അപ്പോഴായിരുന്നു അതൊരു പെണ്ണാണെന്ന് എനിക്ക് മനസ്സിലായത്. എന്തെങ്കിലും പ്രശ്നമാണെന്ന് ചോദിച്ച് അവിടെ പുറകിൽ ചെന്ന് തൊട്ടു. പെട്ടെന്ന് അവൾ നിലവിളിച്ചു. ഞാനത് പ്രതീക്ഷിച്ചില്ല. കയ്യിലുണ്ടായിരുന്ന കീ ചെയിന് താഴെ വീണു. അവളും അവിടെ വീഴുമായിരുന്നു. ഒരു സെക്കൻഡിൽ അവിടെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല. കൈ മുഴുവനും ബ്ലഡ്. പേടിച്ചു പോയി. അവിടുന്ന് പോയാൽ മതി എന്നായിരുന്നു എന്റെ കീ ചെയിൻ. അതിന്റെ മേളിലല്ലേ അവള് വീണ് കിടക്കുന്നത്. അതും എടുത്തോണ്ടാ ഞാൻ അവിടുന്ന് പോയത്. നീ ഫോട്ടോയിൽ കാണിച്ചില്ലേ, ആ പെണ്ണ് തന്നെയാണ്. അതുകൊണ്ടാ അന്ന് അവിടുന്ന് പേടിച്ചോടിയത്. ഫൈൻ. അവൻ കൊന്നിട്ടില്ലല്ലോ. ഞാനതിന് നിന്റെ അടുത്ത് ഒപ്പീനിയൻ ഒന്നും ചോദിച്ചില്ലല്ലോ. അഗ്നി, താഴെ വീണ താക്കോൽ കഴുത്തിൽ കുത്തിയോ? എവിടെ? ഒന്നും നിന്നില്ലല്ലോ. കുറച്ചു നേരം നിന്നോളും. പിന്നെ അവൻ പറയുന്നൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? രാത്രിയിൽ ചെന്നൊരു പെണ്ണിന്റെ പുറകിൽ തൊട്ടത്ര.
ഒരുപക്ഷെ സത്യമാണെങ്കിലോ? ഒരു ഇന്നസെന്റിനെ ശിക്ഷിച്ച വേദന എനിക്ക് നന്നായിട്ട് അറിയാം. ഏയ് ഇപ്പൊ എന്തിനാ കാർന്ന്? മരിച്ചേനെ ഇന്നലെ ലൂന വന്നില്ലെങ്കിൽ ഈ കണ്ടീഷനിൽ എന്ത് തന്നെയായാലും ലൂന നോക്കിക്കോളും. നീ വിട്ടോ. ആവശ്യമില്ലാതെ രണ്ടുപേരും കേസിന് ഡൈവേർട്ട് ഒന്ന് ചെയ്യാം. പോടാ അഗ്നി, ലൂന. വെറും ഈ അവിനാശി കൺഫ്യൂഷൻ മാത്രം വെച്ച് കേസ് ബിൽഡ് ചെയ്താലേ കേസ് നിൽക്കില്ല. ഈ അഗ്നി ഒരുത്തം മതി പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ. സോ നമുക്ക് ആവശ്യം സ്ട്രോങ് എവിഡൻസ് ആണ്. അതുകൊണ്ട് യു പുട്ട് ഹിം അണ്ടർ സർവൈലൻസ്. തീർച്ചയായിട്ടും ഒരു ദിവസം കുടുങ്ങിക്കോളും. അഗ്നി നമുക്ക് കിട്ടിയ ബെസ്റ്റ് സോഴ്സ് ആണ് സർ. പ്ലീസ് ഡോണ്ട് ലൂസ് ഹിം. അഗ്നി, അവൻ കൊലയാളിയല്ല, പിന്നെന്തിനാ അവനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? നീ പറയാറില്ല ബോഡി ലാംഗ്വേജ് കാണിച്ചു തരുമെന്ന്? അത് കണ്ടിട്ടാ ഞാനും പറയുന്നത്. ഹീസ് എ സോ പെർവേർട്ട്. വാട്ട്? എക്സ്ക്യൂസ് മീ. ഞാൻ സൈൻ ഓഫ് ചെയ്യാൻ ഇനിയും 2 ദിവസമുണ്ട്. അതിനകം ഞാൻ കില്ലറെ ബാഡ് പിടിച്ചിരിക്കും. അഗ്നി, ഇതിൽ കൂടുതൽ ഈ കാര്യം നീ ഹാൻഡിൽ ചെയ്യാൻ നോക്കണ്ട. ഞാൻ പറയുന്ന കേക്ക്. നീയല്ലേ എന്നെ ഇതിലേക്ക് വലിച്ചഴിച്ചത്. ഇപ്പൊ ഞാൻ കണ്ടുപിടിക്കാന്ന് പറയുമ്പോ വേണ്ടെന്ന് പറയുന്നു. ഡാ, കാര്യം അറിയാതെ സംസാരിക്കല്ലേ. ഇനി ഒരു തവണ ഇരുട്ടിനകത്ത് പോയാൽ നീ ചത്തവും പറഞ്ഞേക്കാം. ഈ കേസ് നിന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യിപ്പിച്ചത് തെറ്റാണെന്ന് തോന്നിപ്പിക്കല്ലേ. നോക്ക്, ബ്ലസ്സി പോയത് പിന്നെ എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. ഫ്രണ്ടായിട്ട് നീ മാത്രമേ ഉള്ളൂ. നിനക്കൊരിക്കലും പ്രശ്നം ഉണ്ടാവില്ല. ട്രസ്റ്റ് മീ. എന്തിനെത്ര അഡമന്റ് ആയിരിക്കുന്നേ? നീ എപ്പോഴും പറയാറുണ്ടല്ലോ എല്ലാ മാറ്റത്തിനും ഒരു തുടക്കം വേണമെന്ന്. അതെന്തുകൊണ്ട് ഈ V1 കേസായിക്കൂടാ? ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? കേസ് ആദ്യം തൊട്ട് തുടങ്ങാം. സ്റ്റാർട്ടിംഗ് തൊട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടല്ല വന്നോണ്ടിരിക്കുന്നത്. ഇഫ് മൈ ഗസ് ഇസ് റൈറ്റ്, നമ്മൾ ആ കില്ലറിനെ കടന്നു പോയി കാണും. എക്സാക്ട്ലി. പക്ഷേ കൊലയാളിയെ കുറിച്ചുള്ള ഏതോ ഒരു ഇൻഫർമേഷൻ നമ്മൾ മിസ്സാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും പാതിയിൽ നമ്മൾ വിട്ടുകളഞ്ഞു. അതിനുശേഷം അവളെ കാണാന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് പോയി. പക്ഷെ അവളവിടെ ഇല്ലായിരുന്നു. റോട്ടിൽ വെച്ച് അവളെ കണ്ടു. ഞാൻ ഒരുപാട് കമ്പൽ ചെയ്തിട്ടും ടീം ലോഞ്ചിന് പോലും അവള് വരാതെ പോയി. കുത്തിയ പ്രഷർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ ആ കില്ലറിന് ഒരു 25 തൊട്ട് 30 ഇയേഴ്സ് കാണും. എന്റെ ഫ്രണ്ട് മൂർത്തിയുടെ എൻഗേജ്മെന്റ് അടിപൊളി പാർട്ടി, ഫൺ, മ്യൂസിക്. അത് 12th 11th ഇവിടെ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 11th കൊല നടന്ന ദിവസം ആരോ ഒരുത്തൻ ചെയിൻ പൊട്ടിച്ചിട്ടുണ്ട് സാർ. ജാവിദ്, ചെയിൻ നഷ്ടമായവരെ പോയി കാണാം. ആ ജാവിദ്, പറയൂ സാർ. അന്നൊരു ചെയിൻ സ്നാച്ച് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തവരെ കുറിച്ച് പറഞ്ഞില്ലേ? അതെ സാർ. ആ, അവരുടെ ഡീറ്റെയിൽസ് വേണമായിരുന്നു. ഉടനെ അയക്കാം സാർ. താങ്ക് യു. ആ ചെയിൻ സ്നാച്ച് ചെയ്തവൻ ചിലപ്പോ കില്ലർ ആയിരിക്കും. ശോഭ, മർഡർ നടന്ന ദിവസം നിങ്ങളുടെ ചെയിൻ മിസ്സായെന്ന് പറഞ്ഞില്ലല്ലോ. അന്നേ പറഞ്ഞില്ലേ ഈ ഏരിയ സേഫ് അല്ലാന്ന്. അത് കവറിംഗ് ചെയിൻ ആയതുകൊണ്ട് പിന്നെ ഞാനങ്ങ് വിട്ടുകളഞ്ഞ്. അവനെ കാണാൻ എങ്ങനെയാ? ഡാ, ആ TV ഓഫ് ചെയ്തേ. എന്താ ചോദിച്ചത്? ആ, അവൻ മുഖത്ത് കെർച്ചീഫ് കെട്ടിയിരുന്നു. 2-3 തവണ ആ വഴി തന്നെ ചുറ്റി ചുറ്റി വന്നു. പെട്ടെന്ന് വന്ന് പൊട്ടിച്ചോണ്ട് പോയി. ദേഷ്യത്തിൽ ഞാൻ കല്ലെടുത്തെറിഞ്ഞു. അവന്റെ സൈക്കിളിൽ ശരിക്കും കൊണ്ടിട്ടുണ്ട്. എന്നാലും അവൻ രക്ഷപ്പെട്ടു. ശരി, എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ പോലീസ് സ്റ്റേഷൻ കേസ് എന്നല്ലോർത്ത് അത് അപ്പോഴേ വിട്ടു. അവൻ ഏത് സൈക്കിളാണ് ഓടിച്ചോണ്ട് വന്നേ? അതൊരു കമ്പി പോലെയുള്ളതില്ലേ, റേഞ്ചർ സൈക്കിൾ. അയ്യോ അമ്മേ, അത് ഗിയർ സൈക്കിളാ അമ്മേ. അതുപോലത്തെ ഒരെണ്ണം എനിക്ക് വാങ്ങിത്തരാൻ പറഞ്ഞു. അകത്തേക്ക് കയറട്ടെ. ഹായ്, കുറച്ച് വെള്ളം വേണം. കൺഫേം ആയിട്ട് അറിയാവോ? ഗിയർ സൈക്കിൾ എന്ന് വെച്ചാ ആ ഗിയർ ഷിഫ്റ്റ് ആവുന്നിടത്ത് ഈ ചെയിൻ ഒക്കെ ആ ഉണ്ടാവില്ലേ? സൈക്കിളിന്റെ മെറ്റീരിയൽ അലുമിനിയം ഡബ്. കൺട്രോൾ ഷിമാനിയോ ഗിയർ. ഫ്രണ്ട് 80mm. ഡ്യൂക്കോട്ടി 70 RSS ഗൂഗിളിൽ അടിച്ചാൽ മതി, അതിലൊക്കെ വരും. ആ വണ്ടിനെ എന്റെ അമ്മ കല്ലുകൊണ്ട് എറിഞ്ഞത്. കൺഫേം കേസിട്ട് ബെൻഡായിട്ടുണ്ടാവും. കാസറ്റോ? അതാ ബാക്ക് വീലിൽ മുള്ളു പോലെ ഉണ്ടാവില്ലേ ചെയിനൊക്കെ കൊടുക്കുന്നത്. അത് മൗണ്ടൈൻ ബൈക്ക്, വളരെ ചീപ്പാണ്. 1.5 lakhs ഉള്ളൂ. അതിലാണ് എല്ലാരും ക്ലബിൽ ട്രക്കിങ്ങിന് പോവാ. നൈസ്. അമ്മേ, പോവാനല്ലോ ഞാൻ. എന്നെ അതിൽ ചേർക്കമ്മേ. സാരമില്ല, താങ്ക്സ്. ഐ തിങ്ക് വി ആർ നിയറിംഗ് ഹിം. ഇവിടെ എത്ര സൈക്ലിംഗ് ക്ലബ് ഉണ്ടെന്ന് അന്വേഷിക്കും.